24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 3 ദിവസത്തെ ധ്യാനത്തിന് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടിയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ധ്യാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ആർ രാധാകൃഷ്ണൻ അപ്ഡേറ്റുകൾ നൽകും. പറയൂ രാധാകൃഷ്ണൻ, വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ധ്യാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു നടപടിയല്ല അത്. അതുകൊണ്ട് തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി ധ്യാനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അതേതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികളുടെ ഭാഗമാണ് എന്ന പരാതി അത് തങ്ങൾക്ക് പരിശോധിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ഇതേ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഈ ദിവസം മാധ്യമ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമം എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ഈ ആക്ഷേപത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഈ വിഷയത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 1-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. ആ ദിവസം അടക്കമായിരിക്കും അദ്ദേഹം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഉണ്ടാകുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമായിരിക്കും കന്യാകുമാരിയിലേക്ക് പോവുക. ഓക്കെ, താങ്ക് യു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.